ഇപ്പം ഞാൻ വിശ്വസിക്കും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള വികസനം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ആ പാർട്ടിയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഓണക്കാലം ആയതുകൊണ്ടും രാഷ്ട്രീയത്തിലേക്ക് കടക്കണ്ട എന്ന് വിചാരിച്ചതാണ്. എങ്കിലും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. അവിടെ അങ്ങ് വളരെ സജീവമാണ്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? രാഷ്ട്രീയം നമുക്ക് ഒരാൾക്കും ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് രാഷ്ട്രീയം സംസാരിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഒന്ന്, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിയിട്ട് രാഷ്ട്രത്തിൻ്റെ വളർച്ച, രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ചിന്തിക്കുന്നവർ രാഷ്ട്രീയം സംസാരിക്കണം. അത് ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ BJP എന്നൊരു പാർട്ടിയിൽ അംഗത്വമെടുത്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. മറ്റ് പാർട്ടികളോട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ, കാരണം എല്ലാ പാർട്ടിയിലും നല്ലവരുണ്ട്. പക്ഷേ പ്രത്യയശാസ്ത്രപരമായി നമുക്ക് എതിർപ്പ് വരാം. ഇപ്പം ഞാൻ വിശ്വസിക്കും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള വികസനം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ആ പാർട്ടിയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മറ്റു പാർട്ടിക്കാരുടെ വിശ്വാസം അവർക്കുണ്ട്, അതും ശരിയായിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ ജനങ്ങൾ അംഗീകാരം തന്നു വോട്ട് ചെയ്ത് ജയിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ പറയുന്നതാണ് ശരിയെന്ന്. ഇതാണ് എൻ്റെ ഒരു ബേസിക്. അതുകൊണ്ട് എനിക്ക് മറ്റാരും തെറ്റായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ വ്യക്തിപരമായി ആരെയും അറ്റാക്ക് ചെയ്യാറില്ല. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ സംസാരിക്കും. രാഷ്ട്രീയം സ്വാഭാവികം. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ഉത്സവമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഉത്സവത്തിൽ 2 തവണ പങ്കെടുത്തതാണ്. 2 തവണ തോക്കുകയും ചെയ്തു. തോറ്റെങ്കിൽ 2 തവണയും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അത് തന്നെ മാനസികമായിട്ട് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ ലോക്സഭ മത്സരിച്ച് തോറ്റു കഴിഞ്ഞ് ഡൽഹിയിൽ പോയപ്പോൾ നിതിൻ ഗഡ്കരിജി, അദ്ദേഹമായിട്ട് അത്യാവശ്യം നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇന്നടത്താണ് കണ്ടസ്റ്റ് ചെയ്തത്, കൊല്ലം എന്നൊരു സ്ഥലത്ത്, ഞാൻ ട്രിവാൻഡ്രമായിരുന്നു എൻ്റെ സ്ഥലം. അങ്ങനെ ഞാൻ പാർട്ടി പറഞ്ഞു. പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇത്രയധികം വോട്ട് കൂട്ടാൻ പറ്റി. അപ്പോൾ പുള്ളി കുറച്ച് സമയം എടുത്തിട്ട്, കൃഷ്ണകുമാർ, യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. കാരണം ഇത്തവണ ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷൻ നടന്നപ്പോൾ ഏറ്റവും പ്രമുഖ നേതാക്കൾ എല്ലാവർക്കും കഴിഞ്ഞ തവണത്തിനേക്കാൾ മാർജിൻ കുറഞ്ഞതാണ് BJPയുടെ. ആ സമയം കേരളത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് നേതാക്കൾ, നിങ്ങൾ ഉൾപ്പെടെ, കൃഷ്ണകുമാർ കൊല്ലത്ത് മത്സരിക്കുന്നു. കൊല്ലം വളരെ വീക്ക് ഒരു മണ്ഡലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അവിടെ നിങ്ങൾ വോട്ട് കൂട്ടിയെങ്കിൽ കേന്ദ്രത്തിൻ്റെ കോർ കമ്മിറ്റിക്കകത്ത് ഇത് രേഖപ്പെടുത്തും, വോട്ട് കൂട്ടിയവരുടെ, അതിൽ തന്നെ കേരളത്തിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ വലിയൊരു ഉയർച്ച പാർട്ടിയിൽ തരും. അത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചോളൂ. ഈ പാർട്ടി അങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് കലക്കി എന്നൊന്നും പറയത്തില്ല, പക്ഷേ കൃത്യസമയമാകുമ്പോൾ കണ്ടോളൂ. നിങ്ങൾ നിങ്ങളുടെ വർക്ക് തുടരുക. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഇഷ്ടമണ്ഡലം. അപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജീവിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ ഇവിടെയാണ്, എൻ്റെ ഓഫീസ് ഇവിടെയാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജാതി മത സമവാക്യങ്ങൾ നോക്കുമ്പോഴും അതെല്ലാം എനിക്ക് അനുകൂലമായിട്ടായിരിക്കാം. പാർട്ടി ഇപ്പോൾ പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും എന്നെ ക്ഷണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. എനിക്കിത് ഇഷ്ടമുള്ളൊരു പരിപാടിയുമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നു. പക്ഷെ വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, അങ്ങ് ഈ പങ്കെടുക്കുന്ന, ഇപ്പോൾ ഒരു വീട്ടിലൊരു നല്ല കാര്യത്തിന് പോയാലും അതല്ല അവിടെ ഒരു വേദനിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ, ഇപ്പോൾ ഒരു മരണത്തിനാണ് പങ്കെടുക്കാൻ പോകണമെങ്കിലും അങ്ങേ അവരെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ ഒരു നടനായിട്ടോ അല്ല കാണുന്നത്, സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ അങ്ങേക്ക് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൽ ഞാനങ്ങ് ഉള്ളുകൊണ്ട് അധികം ഒരു സന്തോഷിക്കുന്നതിനേക്കാൾ ഞാൻ എന്നോട് തോന്നുന്നു, എടാ ഞാൻ ഇത്രയും കാലം നേരെ ചൊവ്വെ ജീവിച്ചതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. പലപ്പോഴും പല ഫോട്ടോയിൽ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, സ്നേഹം കൊണ്ട് പറഞ്ഞു, കൃഷ്ണകുമാറേ, നിങ്ങൾ മരണ വീട്ടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതാണെങ്കിലും ഫോട്ടോയിൽ എല്ലാവരും ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് തിരുത്താൻ പറ്റില്ല. കാരണം മരണം നടന്ന് ചില വീടുകളിൽ വളരെ ദുഃഖം ഉണ്ടാകുന്ന വീടുകളുണ്ട്, കാരണം കൊച്ചു കുട്ടികളൊക്കെ മരിക്കുന്നു. അല്ലാതെ ഒരു പ്രായം ചെന്നൊരു വ്യക്തി മരണമടഞ്ഞിട്ട് ഞാനവിടെ ചിലപ്പോൾ 2-ാം ദിവസമൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വീട്ടുകാരെന്നെ ആ വീട്ടിലൊരു അംഗത്തെ പോലെ കണ്ട്, ഞാനാണെങ്കിൽ എൻ്റെ ദേഹത്തൊരു സാധനമുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ സ്വയം പുകഴ്ത്തുകയല്ല, എത്ര കഠിനമായൊരു സിറ്റുവേഷനിൽ ഇരുന്നാലും അതിനെ ഈസി ചെയ്തിട്ട് അവരെ സമാധാനിപ്പിക്കാനുള്ള സാധനം ഇന്ത്യയിൽ എവിടെ നിന്നോ ദൈവം തന്നിട്ടുണ്ട്. അവിടുത്തെ സ്ത്രീകളൊക്കെ അത് വേറൊന്ന്, പ്രായം നോക്കാതെ എൻ്റെ ദേഹത്ത് തൊട്ട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. വേറൊരർത്ഥത്തിൽ ആരും കാണാതെ, അതൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടി നോക്കും. അപ്പോൾ ഈ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റേ ഇരിക്കാവുന്ന മനസ്സിലുണ്ട് എനിക്ക്. കാരണം വെച്ചാൽ പലയിടത്തും പോകണ്ട. പക്ഷെ അതവിടെ 5 പോയി 50 മിനിറ്റിലോട്ടൊക്കെ ആയിപ്പോകും. എനിക്ക് തന്നെ വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇത്രമാത്രം സ്നേഹത്തിന് ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാറല്ല, ഒന്നുമല്ല. മലയാള സിനിമയിൽ ഓക്കെ അറിയപ്പെടുന്നു, വലിയ വേഷങ്ങളൊന്നും ചെയ്ത ഒരാളല്ല, സീരിയലായിരുന്നു കൂടുതലും. എന്നിട്ടും എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ നോക്കാറുണ്ട്.
അതങ്ങ് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് അതിൻ്റെ കാരണം. നേരെ ചൊവ്വേ ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് കാണുന്നു എന്ന് എനിക്കറിയുന്നില്ല. കാരണം അത് അത്രമാത്രം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്.